ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളെ നിനക്ക് ഓർക്കാൻ പറ്റുന്നില്ലേ? ഇല്ല. അപകടം ഉണ്ടായത് മോൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. ഗുരുവായൂരപ്പനെ തൊഴുത സന്തോഷത്തോടു കൂടി നിങ്ങൾ തിരിച്ചു വരുമ്പോഴാ അപകടം ഉണ്ടായത്. കർത്താവിന്റെ ന്യായവിധിയിൽ ഗോകുൽ ഒരിക്കലും തെറ്റുകാരനല്ല. ഗോകുലിന്റെ നന്മ മാത്രമേ സ്വർഗത്തിലിരിക്കുന്ന ഇസബല്ലയും ആഗ്രഹിക്കൂ. അവൻ ജയിലിലേക്ക് പോവാനോ ആ കുഞ്ഞ് അനാഥയാവാനോ അവൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. സമൃദ്ധിയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ മോൻ ഇതിന് സമ്മതിക്കണം. ഒരു വലിയ നന്മയ്ക്ക് വേണ്ടിയല്ലേ കർത്താവ് നമ്മളോട് ക്ഷമിക്കും. ഈശ്വര, ഒരു കുഴപ്പവും വരാതെ എല്ലാം നേരെയാക്കി തരണേ. മോളെ, മോളെ, മോളെ. ഇപ്പൊ എങ്ങനെയുണ്ട്? രാവിലെ തന്നെ അമ്മ വരണോന്ന് വിചാരിച്ചതാ. ഗൗരിമോള് നല്ല ഉറക്കാണല്ലോ. ബാഗിനകത്ത് നിന്റെയും മോളുടെയും കുറച്ച് ഡ്രസ്സുകളാ. നിങ്ങളുടെ മുറിയിലെ അലമാരയിന്ന് ഞാൻ തന്നെ എടുത്തതാ. മോളെന്താ അമ്മ ഇങ്ങനെ നോക്കുന്നേ? എനിക്ക് ഞാൻ അമ്മയ്ക്ക് മനസ്സിലായി. ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അല്ലേ? ഡോക്ടർ നേരത്തെ അമ്മയോട് പറഞ്ഞായിരുന്നു ആക്സിഡന്റ് പറ്റിയപ്പോ മോൾക്ക് ചെറിയൊരു ഓർമ്മക്കുറവുണ്ടെന്ന്. സാരമില്ല, അതൊക്കെ മാറിക്കോളും. എന്റെ പൊന്നു മോളെ, നിനക്ക് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോ മുതല് ഈ നിമിഷം വരെ അമ്മ ശ്വാസം ഒന്നും നേരെ വിട്ടിട്ടില്ല. എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല.
സാരമില്ല. എല്ലാം സാവകാശം പഴയ പോലെ ആയിക്കോളും. എനിക്കെന്താ പറ്റിയേ? ആ മോളെ, ഇനി അമ്മ പറയുന്നത് മോള് ശ്രദ്ധിച്ച് കേൾക്കണം. അന്ന് നീയും ഗോകുലും മോളും കൂടി ഗുരുവായൂർക്ക് പോകാൻ ഇറങ്ങിയത് ഓർമ്മയുണ്ടോ? ഗുരുവായൂരോ? അതെ. അതിന് കുറച്ചു ദിവസം മുമ്പ് മോളും ഗോകുലും തമ്മിൽ പിണങ്ങിയത് ഓർമ്മയുണ്ടോ? കുറച്ചു ദിവസം നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം മിണ്ടാതിരുന്നു. ആ വഴക്കിന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾ രണ്ടുപേരും എന്നോടോ ശിശിരയോടോ പറഞ്ഞിട്ടില്ല. ശിശിര? നിന്റെ നാത്തൂൻ ശിശിരയെ നിനക്ക് ഓർമ്മയില്ലേ? അന്ന് അവളും കൂടി വരാന്ന് പറഞ്ഞതാ. നിങ്ങളുടെ യാത്രയിൽ മറ്റാരും വേണ്ടെന്ന് പറഞ്ഞത് ഞാനാ. അല്ല, അവളെ നിനക്ക് ഓർക്കാൻ പറ്റുന്നില്ലേ? ഇല്ല. അപകടം ഉണ്ടായത് മോൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. ഗുരുവായൂരപ്പനെ തൊഴുത സന്തോഷത്തോടു കൂടി നിങ്ങൾ തിരിച്ചു വരുമ്പോഴാ അപകടം ഉണ്ടായത്. മോനെ, സമൃദ്ധ മോൾക്ക് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. സമൃദ്ധ? ആ, ഈശ്വര, സ്വന്തം പേര് കൂടി ഓർക്കാൻ പറ്റുന്നില്ലേ? മോനെ, നീ സമൃദ്ധ മോളുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കേ. കുറച്ചു നേരം നിങ്ങള് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുമ്പോ പഴയതൊക്കെ ഓർമ്മ വരും. ഒരു മിനിറ്റ്. ഹലോ. നിന്റെ ഈ കിടപ്പ് കണ്ടിട്ട് അവന് സഹിക്കാൻ പറ്റുന്നില്ല. നീ ബോധമില്ലാതെ കിടന്നപ്പോ ഇടയ്ക്ക് വന്ന് നിന്നെയും കുഞ്ഞിനെയും നോക്കും.